കർഷകർക്കായുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണി. കേരളം വളരെയേറെ ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയാണ് റബ്ബർ. കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യം കൊണ്ടും വ്യവസായികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന നിയന്ത്രണമില്ലാത്ത അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി കൊണ്ടും അതുപോലെ തന്നെ കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡികളെല്ലാം നിർത്തൽ ചെയ്യുകയും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കൊടുക്കാതെ അവരെ പരമാവധി തകർക്കുകയും ചെയ്യുന്ന ആ നിലപാടിൽ നിന്നും മാറി ഇത്തവണ റബ്ബർ കർഷകർക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടാകും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. ശബരിപാത കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ അതിന് ഇടയ്ക്കുണ്ടായ ഒരു തടസ്സം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ റെയിൽപാതയുടെ 50% ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്നുള്ള അഷുറൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തതാണ്. അത് ഫോളോ ചെയ്യുന്നതിൽ ഇടതുമുന്നണി ഗവൺമെന്റ് വരുത്തിയൊരു വീഴ്ച. വർഷങ്ങളോളം അതേ സംബന്ധിച്ച് റെസ്പോണ്ട് ചെയ്യാതെ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അതേ സംബന്ധിച്ച് 50% ഏറ്റെടുക്കാമെന്നുള്ള ഒരു റെസ്പോണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നടത്തിയത്. അതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള ഇതിന് ഗുണകരമല്ലാത്ത പല നിർദ്ദേശങ്ങളും ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി എരുമേലി ശബരിപാത സമയബന്ധിതമായി പൂർത്തീകരിക്കണം. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്ന് കെ രാധാകൃഷ്ണൻ MP ആവശ്യപ്പെട്ടു. നീണ്ടകാലത്തൊരു ചരിത്രമെടുക്കുമ്പോൾ പലപ്പോഴും കേരളത്തോട് വേണ്ടത്ര ഒരു പരിഗണന കേന്ദ്ര ബഡ്ജറ്റിൽ കാണിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് കേരളത്തിന് ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മേജർ പ്രോജക്റ്റുകൾ ഒരുപാട് ഇപ്പം നടന്നു വരികയാണ്. അപ്പോൾ ആ മേജർ പ്രോജക്റ്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണ്ടതാണ്. അപ്പം അതിന് ഉദാഹരണമാണ് വിഴിഞ്ഞം പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡായി കൊടുക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നത്. എന്നാൽ കേരളത്തിന് അത് ലോണായിട്ട് മാത്രമേ തരൂ എന്നുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് പല മേജർ വികസന പ്രവർത്തനങ്ങൾക്കും മതിയായ ഫണ്ട് ലഭിക്കുന്നില്ല. പിന്നെ നമ്മുടെ ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ് എയിംസ് നമ്മുടെ കേരളത്തിന് ലഭിക്കണം. അപ്പം അതിന്റെ എല്ലാ നടപടികളും സംസ്ഥാന ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ എയിംസ് നൽകാനുള്ള നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. AI സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിന് ഇണങ്ങുന്ന പദ്ധതികൾ കേന്ദ്രം പരിഗണിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. ബജറ്റിൽ പല പ്രശ്നങ്ങൾക്കും വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവർ അഡ്രസ് ചെയ്യേണ്ട ഒരു ബജറ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്ത്യയിൽ ഊതിപ്പെരുപ്പിച്ച ഒരു എക്കോണമിക് റിഫോംസ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ജനകോടികൾ അധികം പാവപ്പെട്ടവർ അതേ സ്ഥിതിയിൽ തുടരുകയാണ്. ഇന്ത്യയിലെ എക്കോണമിയിൽ ഇവരുടെ നയപരമായിട്ട് സമീപനത്തിന്റെ ഫലമായി കിട്ടിയ ഗുണമെന്ന് പറയുന്നത് ഈ നാട്ടിലെ വൻകിടക്കാർക്കാണ്. അതിന്റെ ഫലമായിട്ട് വരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അത് അഡ്രസ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതെങ്ങനെ വരുമെന്ന് അവരുടെ നയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടുത്തെ വ്യവസായശാലകളിൽ ജോലി ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതൊക്കെ തന്നെ ഇന്നിപ്പോൾ ഇൻഷുറൻസിന്റെ സംഗതിയൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ മേഖലയും പതിച്ചു കൊടുക്കുകയാണ് ഈ വലിയ കുത്തകകൾക്ക്. ആ വിധത്തിൽ ഇന്ത്യയുടെ എക്കോണമിയിൽ വലിയ തോതിൽ സ്വകാര്യ സമ്പത്തിന്റെ നിക്ഷേപം വരികയും ഇന്ത്യയുടെ മഹത്തായ പൈതൃകവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ഈ കുത്തകക്കാർക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ്. അത്തരം കാര്യങ്ങളിൽ പ്രതിവിധി ഉണ്ടാകുമെന്ന് വിചാരിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന അവിടുത്തെ ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നം. ഇപ്പോൾ ഈ ഇതൊക്കെ വരുന്ന സമയത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പുറത്തേക്ക് പോകേണ്ടി പോവുകയാണ്. അതിന് ഉള്ള സാമ്പത്തികമായിട്ട് മറ്റ് നടപടികൾ എന്താണ്? ഈ വിധത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഓൾറെഡി ഇപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അത് കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് ഇത്തരം റിഫോംസ് കൂടുതൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിന് എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്.